നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് BJP സെക്രട്ടേറിയറ്റ് ധർണ നടത്തി. തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അധ്യക്ഷനായി. പാകിസ്ഥാനികൾ വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, കേരളത്തിൽ വേണ്ടേ വേണ്ട, ഭാരതത്തിൽ വേണ്ടേ വേണ്ട, പുറത്താക്കൂ പുറത്താക്കൂ പാകിസ്ഥാനികൾ. ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, പാർട്ടിയുടെ മഹിളാ നേതാക്കന്മാർ, പ്രിയമുള്ള ജനപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, ഇന്ന് കേരള സംസ്ഥാനത്ത് 30 സംഘടനാ ജില്ലകളിൽ അനധികൃതമായി കേരളത്തിൽ താമസിക്കുന്ന പകൽഖാമിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചവർക്ക് ചടങ്ങിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പുൽവാമ ആക്രമണത്തിന് ശേഷം അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായിട്ടുള്ള വാഗ അതിർത്തി, ആ വാഗ അതിർത്തി സമ്പൂർണ്ണമായിട്ട് അടച്ചു. ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയും പാകിസ്ഥാനുമുള്ള നയതന്ത്ര ബന്ധം, ആ നയതന്ത്ര ബന്ധത്തിന്റെ അളവ് വെട്ടിക്കുറച്ചു. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ മിനിയാന്ന് ശനിയാഴ്ച 3 നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു. ഇന്ത്യയിലേക്കുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഇറക്കുമതി, പാകിസ്ഥാന്റെ ഇറക്കുമതി, ആ ഇറക്കുമതി സമ്പൂർണ്ണമായിട്ട് നിരോധിക്കാൻ ഇന്ത്യ തീരുമാനമെടുത്തു. 4000 കോടി രൂപയുടെ വ്യാപാരം, 4000 കോടി രൂപയുടെ വ്യാപാരമാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഇറക്കുമതിയായിട്ട് നടത്തുന്നത്. MA ബേബി എന്ന് പറയുന്ന ആള് ട്രംപിനെ തന്നെ പറപ്പിക്കുന്ന ആളാണ്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം MA ബേബിയുടെ ചില പ്രസ്താവനകൾ. ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ട്രംപ് ലോക ഗവൺമെന്റിന്റെ തലവനാണെന്നാണ് ഭാവിക്കുന്നത്. അങ്ങനെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണല്ലോ അവിടെ ഇരുന്നിട്ട് അവിടെ ന്യൂയോർക്ക്, വാഷിംഗ്ടണിൽ വരുത്തുന്ന പ്രത്യേക ഉപകരണം കണ്ടുപിടിച്ചു. ആ ഉപകരണത്തിലൂടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുന്ന ആള് ഈ പെഹൽഗാമിനെ കുറിച്ച് അദ്ദേഹം കണ്ടുപിടിച്ചത് 370-ാം വകുപ്പ് റദ്ദാക്കിയതിലുള്ള പ്രതിഷേധം, വേദന കാരണമാണ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളുകൾ ഇന്ത്യക്കാരായിട്ടുള്ള 26 പേരെ കണ്ടുപിടിച്ചത് എന്ന് പറയുമ്പോൾ ഈ ട്രംപിനെ നിരീക്ഷിക്കാനുള്ള യന്ത്രം മാത്രമല്ല, ഈ തലക്കകത്ത് പ്രവർത്തിക്കുന്ന യന്ത്രത്തിനെ കുറിച്ച് കൂടി ചോദ്യങ്ങൾ. കാരണം ഇങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ അത് പ്രത്യേകമായിട്ടൊരു കഴിവാണ്. അങ്ങനെ കണ്ടുപിടിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എത്ര ആത്മാർത്ഥതയുണ്ടാകും എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. തീവണ്ടിയിൽ പോകുന്ന 2 ആളുകൾ തമ്മിൽ തർക്കമുണ്ടായിട്ട് അതിലൊരാൾ മരിച്ചു. നമ്മുടെ മുഖ്യമന്ത്രി ഇവിടുന്ന് തന്നെ അവിടെ പോയി 10-15 ലക്ഷം മലയാളികളുടെ വേദന പ്രകടിപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുപോയി. കാരണം അദ്ദേഹം എപ്പോഴും വേദനിക്കുന്ന ഒരാളാണ്. സ്വന്തം മകളെ കുറിച്ച് മാത്രമല്ല, ബാക്കി പലരെ കുറിച്ചും വേദനിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് പെഹൽഗാമിൽ ഈ അക്രമം നടന്ന് കൊല്ലപ്പെട്ട ശ്രീ രാമചന്ദ്രന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന ദിവസം അദ്ദേഹം തിരക്കായി. അതുകൊണ്ട് അദ്ദേഹത്തിന് വേദനിക്കാൻ സാധിച്ചില്ല. ഈ സ്നേഹം മക്കളോടും കൊച്ചുമക്കളോടും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സ്നേഹം ഈ നാടിനോടില്ല? എന്തുകൊണ്ട് ഈ നാടിന്റെ പൗരത്വം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല?